ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ ഗീതു ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ അച്ഛൻ എന്തേടാന്ന് അനിയനോട് ചോദിച്ചപ്പം അവിടെ നിപ്പുണ്ടെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഗീതു ചെല്ലുമ്പോൾ തലയ്ക്ക് വട്ട് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന ഭദ്രനെയാണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ എന്താ ഇപ്പം കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം അച്ഛൻ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞതെന്ന് വിനോദ് ഗീതുവിനോട് പറയാം. അപ്പോൾ അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായിടാ? പെട്ടെന്ന് കൂടെയുള്ള ഒരാൾക്ക് മാരകമായ അസുഖമുണ്ടായെന്ന് അറിയുമ്പോൾ തളർന്നു പോലും ചോദിച്ചപ്പോൾ ഈ തളർച്ച ഓവറായിട്ട് മദ്യപിച്ചിട്ടാണെന്ന് നേരം വിനോദ് പറഞ്ഞു. ആ വിഷമം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ ആശ്വസിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഗീതു അച്ഛനെ ആശ്വസിപ്പിക്കാൻ ചെല്ലാം. ഈ സമയം എൻ്റെ ദൈവമേ, അനാർക്കലി ഇനിയിപ്പോൾ പുറത്തു വരുന്നത് എന്നെ കുത്തുവാള എടുപ്പിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. രാധികമ്മയും അനാർക്കലിയും കൂടെ ചേർന്ന എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ഈശ്വരാ, ഞാൻ എന്ത് ചെയ്യുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഹോ 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 എന്ന് പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്താണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അച്ഛാ ഇതെന്ന് ചോദിച്ചു. അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നതെന്ന് ചോദിച്ചപ്പം അല്ല, ഇനി ഇതിൻ്റെ പുറകിന് എന്തൊക്കെ വരുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്ത് വരാനാ, അമ്മയ്ക്ക് ഒരു രോഗം ഉണ്ടായിരുന്നു, അത് സർജറി ഇപ്പം ചെയ്തു, ഇനിയിപ്പോൾ പഴയ അവസ്ഥയിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പം മോൾ അമ്മയുടെ കാര്യമാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പം അതെ, അച്ഛൻ പിന്നെ എന്താ പറയുന്നത്? അതെ, ഞാനും അമ്മയെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത്. അവൾക്ക് ഇനി പഴയതുപോലെയൊക്കെ ആകാൻ പറ്റുമോ എന്തോ ഒന്നും അറിയില്ലല്ലോ. അമ്മ ഇനി പഴയതിൽ ഊർജ്ജസ്വലയായിരിക്കും, അച്ഛൻ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അയാൾ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭർത്താവ് അവിടെ നിൽക്കുക. ഈ സമയത്ത് ചേച്ചി എന്നും പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു. അങ്ങനെ ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ ചേച്ചി അന്വേഷിച്ചെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒരു സിസ്റ്റർ അങ്ങോട്ട് വന്നതും വിളിച്ചതും അതുപോലെ ആ ഒരു ഇതൊക്കെ. ആ സമയത്ത് അവരങ്ങ് പോയി. അനാർക്കലി കാണാൻ പോയാലും പ്രശ്നമാകും, പോയില്ലെങ്കിലും പ്രശ്നമാകും. എന്ത് ചെയ്യും, ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുവാണ് ഈ ഭദ്രൻ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ ICUയിൽ കിടക്കുന്ന നമ്മുടെ വിലാസിനിയാണ് കേട്ടോ. അപ്പോൾ വിലാസിനി ഇങ്ങനെ കിടക്കുന്നു. ഗീതു ആണെങ്കിൽ അമ്മയെ കാണാൻ അകത്ത് കയറി ചെന്നു. അമ്മയെ കണ്ടപ്പോൾ സഹിക്കുന്നില്ല, പാവത്തിന് സങ്കടം കാരണം രക്ഷയില്ല. അപ്പോൾ ഡോക്ടറും തൊട്ടരികിൽ നിൽപ്പുണ്ട്. അമ്മയുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് ഗീതു ചോദിച്ചപ്പം നിലവിൽ ബ്രെയിനിലെ ട്യൂമർ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു. പിന്നെ മെഡിസിനും ചെക്കപ്പും മുടക്കരുത്, 6 മാസം കൂടുമ്പോൾ MRI എടുക്കണം, ആ കാര്യമൊക്കെ പറയുകയും ചെയ്തു. ബ്രെയിനിൽ മറ്റെവിടെയെങ്കിലും ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയണു. അപ്പോൾ ഇത് വീണ്ടും സംഭവിക്കുമെന്നാണ് ചോദിച്ചപ്പം 3 വർഷത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ഞാൻ പറഞ്ഞല്ലോ ഇനി വരാതിരിക്കാൻ കൃത്യമായ മെഡിസിനും ചെക്കപ്പും ഒക്കെ വേണം, അത് നിങ്ങൾ മുടക്കി കളയരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് കഴിയുമെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ശരി ഡോക്ടർ, ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. മെഡിസിനും സ്കാനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം മുടക്കമെല്ലാം ചെയ്യുന്നത് ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. നമുക്ക് വിലാസിനെ ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് ഡോക്ടർ ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെ വിളിക്കുക. അങ്ങനെ ഡോക്ടർ വിളിച്ചു. അപ്പോഴേക്കും വിലാസിനി ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണ് ഇതായിട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മയെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ താൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എല്ലാം പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഡോക്ടർ ഗീതുവിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പം അമ്മയോട് ഇപ്പം സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തൽക്കാലം 12 മണിക്കൂറും കൂടി ഉറങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തേക്ക് ഇരുന്നോളൂ, ആവശ്യം വന്ന് നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ എന്നിട്ട് ഗീതുവിനെ പുറത്തേക്ക് ഇരുത്തുക. അങ്ങനെ നമ്മുടെ ഗീതു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് പുറത്ത് അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ ഓക്കെ ആയി വരികയാണ്, പക്ഷെ കുറച്ച് ദിവസം കൂടി ICUയിൽ കിടക്കണമെന്ന് പറഞ്ഞു. ഈ ആശുപത്രിക്കാർ അങ്ങനെ പലതും പറയും, വെറുതെ വെന്റിലേറ്ററിലിട്ട് നമ്മുടെ കാശ് മേടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പം അതിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നയാ പൈസ പോലും ചിലവായിട്ടില്ലല്ലോ എന്ന് ഗീതു ചോദിച്ചപ്പം പിന്നെ എൻ്റെ മരുമോൻ്റെ കാശ് എൻ്റെ കൂടിയാണല്ലോ എന്ന് പറയുന്ന ഭദ്രനോട് പണമല്ല അമ്മയുടെ ജീവനാണ് വലുത് എന്ന് നമ്മുടെ വിനോദ് പറഞ്ഞു. ജീവൻ മാത്രം തിരിച്ചിട്ടിട്ട് എന്താടാ കാര്യം, ഉള്ള കാശ് മുഴുവൻ ഇവിടെ എടുത്ത് കൊടുത്താൽ എന്തോന്നെടുത്ത് വെച്ച് ജീവിക്കും, ICUയിൽ വെന്റിലേറ്റർ വെച്ച് കൊടുത്ത് ലക്ഷങ്ങളല്ലേ ദിവസവും ബില്ല് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് വെന്റിലേറ്ററിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ഗീതു. കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നല്ല മയക്കത്തിലാണെന്നൊക്കെ പറഞ്ഞു. അവക്കിനി മയങ്ങിക്കിടന്നാ മതിയല്ലോ എന്നും പറഞ്ഞു ഭദ്രൻ. അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ച് പ്രിയ പലതവണ വിളിച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് നമ്മുടെ വിനോദ്. ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇങ്ങനെ നമ്മുടെ ഗീതുവിന് അച്ഛന് വലിയ താല്പര്യമൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. അമ്മയുടെ അസുഖത്തെക്കുറിച്ച് ഓർത്ത് അച്ഛൻ വെറുതെ ടെൻഷൻ അടിച്ച് ഞെട്ടുമൊന്നും വേണ്ട, അമ്മയുടെ അസുഖം ഒക്കെ ഉടനെ തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അന്നേരം ഭദ്രൻ. ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. കണ്ണേട്ടൻ വന്നു എന്ന് ചോദിച്ചു. കണ്ണേട്ടൻ വരുന്നതിന് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് ഗീതു പറഞ്ഞപ്പം നീ ഇപ്പോൾ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചപ്പം ഹാപ്പി അല്ല
വെറും ഹാപ്പിയല്ല, നഷ്ടപ്പെട്ടു പോയതിൻ്റെ തിരിച്ചു കിട്ടലിൻ്റെ അത്യാഹ്ലാദത്തിലാണ് ഞാനെന്നും പറഞ്ഞു ഗീതു. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എവിടെ കൊണ്ടുപോയി രക്ഷിക്കാനും ഞാൻ തയ്യാറാണ്. പിന്നെ ഇപ്പം നീ അനുഭവിക്കുന്ന ഈ സന്തോഷമുണ്ടല്ലോ, അതെൻ്റേത് കൂടിയാണെന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞപ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷമായി. ഗീതു എന്നിട്ട് ഗോവിന്ദൻ്റെ കൈയൊക്കെ ഇങ്ങനെ എടുത്ത് പിടിച്ച് നന്ദി പറയാം. അവർ രണ്ടുപേരും കൂടെ ഇവിടെ സൊള്ളിക്കൊണ്ടിരിക്കുക. ഞാനിവിടെയാണെങ്കിൽ ഒടുക്കത്തെ ടെൻഷനിലും. അവൾ വിളിച്ച കാര്യം ഗോവിന്ദനോട് പറഞ്ഞാലോ, ഒന്ന് സൂചിപ്പിച്ച് വെക്കാമെന്ന് പറഞ്ഞു ഭദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പം നിങ്ങളിവിടെ നിൽക്ക്, എനിക്ക് ഗീതുവിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്, ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനെ അവിടെ പിടിച്ച് നിർത്താൻ നോക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ വേണം, ഞങ്ങളിപ്പോൾ വരാവേ എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഗീതുവിനെയും കൂട്ടി അങ്ങ് പോകുമ്പോഴേക്കും പറയാൻ ചെന്ന് ചമ്മിപ്പോയി. അപ്പോൾ എന്തിനാ കണ്ണേട്ടാ ഇപ്പം നമ്മൾ പുറത്തേക്ക് പോകുന്നത്? നമ്മുടെ ഈ ഒരു ഇതൊന്നും കണ്ണേട്ട മുന്നേ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, വലിയൊരു ബിസിനസ് ഉണ്ടായിരുന്നതിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നല്ലേ, അതൊക്കെ എന്തിനു നഷ്ടപ്പെടുത്തിയിട്ട് വന്നത്? ഇന്ന് വരെ അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല, പക്ഷെ അത് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ആവശ്യത്തിലേറെ ടെൻഷനുണ്ട്, അതിൻ്റെ കൂടെ സസ്പെൻസ് ഉണ്ട്, അതൊക്കെ ആരും പറയാൻ പറഞ്ഞു. അപ്പോൾ അതാ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ നോക്കിയപ്പോൾ ഗീതുവിൻ്റെ കാർ അവിടെ കിടക്കുന്നു. അപ്പോൾ കാറിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഗീതുവിൻ്റെ കാറ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനത്തെ നമ്മുടെ ഗീതു അന്നേരം കണ്ണേട്ടന് നന്ദിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി കണ്ണേട്ടൻ്റെ മുന്നിൽ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ, നമുക്കിതിലൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിച്ചപ്പം കണ്ണന് ഭയങ്കര സന്തോഷം. രോഗി ഇച്ഛിച്ചത് തന്നെ വൈദ്യൻ കൽപ്പിച്ചിരിക്കുന്നു മനസ്സിൽ നമ്മുടെ കണ്ണൻ. അപ്പം കണ്ണൻ കയറാൻ തുടങ്ങിയപ്പോൾ കണ്ണേട്ട ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പറഞ്ഞപ്പം ശരി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ എന്നിട്ട് അപ്പുറത്ത് കയറുന്നു. നമ്മുടെ ഗീതു ഇപ്പുറത്ത് ഓടിക്കാൻ കയറുന്നു. ദൈവമേ ഇന്നെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു ഈശ്വര, അവൾ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ, ഒന്നും അറിയാത്തതുപോലെ ഞാൻ ഇരുന്ന് കൊടുക്കാമെന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് വണ്ടിയെ കയറി ഗീതു വണ്ടി എടുത്തു. അവർ രണ്ടുപേരും കൂടെ പോകുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോകുന്ന സമയം എനിക്ക് കണ്ണേട്ടനോട് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഗീതു. അതിപ്പോൾ പറ്റിയ സമയമാണ്, സംസാരിച്ചെല്ലാം പറഞ്ഞു ഗോവിന്ദൻ. അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പം ഈ കാർ തിരിച്ചു തന്നതിലേ എനിക്ക് നന്ദി പറയാനുണ്ടെന്ന് ഗീതു പറയുമ്പോൾ ഇതായിരുന്നു എന്ന് ഓർത്ത് കണ്ണൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓഫീസ് ആവശ്യത്തിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്നാണ് ഞാൻ കരുതിയത്, തിരിച്ചു തന്നതിൽ താങ്ക്സ് കണ്ണേട്ടാ എന്ന് നമ്മുടെ ഗീതു എന്നും പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. ഈ നന്ദി അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം ഇതല്ലാതെ വേറെ അതിനൊന്നുമില്ല. അല്ല പിന്നെ എനിക്ക് കുറേ നല്ല പാട്ടുകൾ പെൻഡ്രൈവിലാക്കി തരുമോ? അത് കേട്ട് വണ്ടി ഓടിച്ച് പൊളിയായിരിക്കും എന്നൊക്കെ ഗീതു പറയുമ്പം പക്ഷെ അത് വേറെന്തോ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയെന്ന് ഗീതു പറയുമ്പോൾ ഗോവിന്ദൻ ഇന്ന് കണ്ണേട്ടൻ തന്നെ ഈ കാറ് കൊണ്ടുപോകണം, എൻ്റെ കയ്യിൽ സ്കൂട്ടർ ഉണ്ടല്ലോ, ഞാൻ അതിൽ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് വണ്ടിയെക്കുറിച്ച് എന്നെ ഗീതു പറഞ്ഞുകൊണ്ടിരിക്കുക. ഗോവിന്ദനാണെങ്കിൽ ഗീതുവിൻ്റെ ഇഷ്ടം പറയും എന്നുള്ള ആ പ്രതീക്ഷയിൽ ഗോവിന്ദനും ഇരിക്കുന്നു. അപ്പോൾ എന്തിനാ കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ നിനക്കെന്താ വേറെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചോണ്ട് കണ്ണൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു. അപ്പം ഗീതു ചോദിച്ചു കണ്ണേട്ടൻ എന്താ ഇങ്ങനെയെന്ന്. അത് പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടതല്ല, സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് പ്രഷർ കുറച്ച് കൂടിപ്പോയതാ, സോറി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പ്രഷറാണെന്ന് ചോദിച്ചു. അത് പിന്നെ ഓഫീസിലേ ഭയങ്കര വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് എന്നും പറഞ്ഞ് ഗീതു ഇരിക്കുന്നു. പിന്നെ കണ്ണേട്ടൻ അനക്കൊന്നുമില്ല, ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. എനിക്ക് പറയാനുള്ളത് തന്നെ കണ്ണേട്ടന് എന്നോടും പറയാനുണ്ടോ എന്ന് ഗീതു ചിന്തിക്കാം. അതാണോ ഈ വെപ്രാളത്തിൻ്റെയൊക്കെ അർത്ഥം എന്ന് ഗീതു ഇങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും ഗീതു. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഇങ്ങനെ ഇരുന്നൊക്കെ കാണിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിനിയും നിനക്ക് പിടികിട്ടിയില്ലെങ്കിൽ ഒരു കാലത്തും നിനക്കെന്നെ മനസ്സിലാവില്ല എന്ന് കണ്ണൻ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ പറയണം. മിക്കവാറും ഞാൻ തന്നെ മുൻകൈ എടുക്കേണ്ടി വരുമെന്ന് ഗോവിന്ദൻ അവിടെ ഇരുന്ന് അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ മനസ്സിൽ ഇഷ്ടം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. രണ്ടുപേരും കൂടി ഇങ്ങനെ പോണു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ കിഷോർ അവിടെ ഇരിക്കുമ്പോൾ കിഷോറിനുള്ള കാപ്പിയായിട്ട് അമ്മ അങ്ങ് വരുക. അപ്പോൾ അമ്മ കൊണ്ടുവന്ന് മകന് കാപ്പി കൊടുത്തു. കാപ്പി കൊടുത്തിട്ട് മോൻ്റെ ഈ ദേഷ്യവും ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ എന്താ മോനെ വേറെ ജോലിക്കൊന്നും ശ്രമിക്കാത്തത് എന്ന് അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പം ഒന്നും മിണ്ടാനില്ല. AGM ജോലി പോയെന്ന് വെച്ച് നിനക്കെന്താ മറ്റൊരിടത്തും ജോലി കിട്ടില്ലേ എന്നിങ്ങനെ അമ്മ ചോദിച്ചപ്പോഴും കിഷോർ ഞാൻ ഇനി ആരുടെ കീഴിലും ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ആലോചനയിലാണെന്ന് പറഞ്ഞു. എടാ അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേന്ന് അമ്മ ചോദിച്ചു. നിൻ്റെ കയ്യിൽ അത്രയും പൈസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു ശബ്ദം കേട്ടു. വേഗം രണ്ടുപേരും കൂടി പുറത്ത് വന്നിങ്ങനെ നോക്കുന്നു. അപ്പോഴേക്കും ഒരു കാറ് വരുന്നു. അപ്പോൾ കാറിൽ നിന്ന് നമ്മുടെ കിഷോറിൻ്റെ ഭാര്യ ഇറങ്ങുന്നു. അപ്പോൾ
കൊണ്ടുവിടുന്നത് ആരാ? നമ്മുടെ അജാസ്. അപ്പോൾ ഇത് അവർ രണ്ടുപേരും മുകളിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അജാസയ്ക്ക് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവർണയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ താനെന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്? ഞാൻ എന്നും രാവിലെ മേട്ട് ഇതിലെ വരികയും പോവുകയും ചെയ്യുന്നതും. അപ്പോൾ പിന്നെ അവർണയ്ക്ക് വിരോധമില്ലെങ്കിൽ രാവിലെ ഞാൻ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തലച്ചുറ്റൽ വരും, അതുകൊണ്ടാണ് ഞാൻ കാറെടുക്കാത്തതെന്ന് പറഞ്ഞപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊണ്ടുപോവുകയും കൊണ്ടുവിടുകയും ചെയ്യാമെന്ന്. അപ്പോൾ ഓക്കെ ആയിക്കോട്ടെ, എന്നാൽ നാളത്തിട്ട് അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക അങ്ങനെ ഇറങ്ങുന്നു. ഇറങ്ങുമ്പോഴേക്കും ഇവറ്റകളെ രണ്ടിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവർണികയ്ക്ക് ഒരു ബുദ്ധി. അപ്പോൾ എന്നെ വാച്ച് ചെയ്യുകയാണോ, എങ്കിൽ കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക അപ്പോൾ ഇങ്ങനെ നോക്കുക കിഷോർ. ഈ സമയത്ത് എന്നും പറഞ്ഞുകൊണ്ട് വേഗം വീഴാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നു. ഈ സമയത്ത് നമ്മുടെ അജാസിക എന്താ അവർണിക, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് ചാടി ഇറങ്ങി അജാസ് അവർണിക ഇങ്ങനെ ഇതാക്കാനായിട്ട് കെയർ ചെയ്യാനായിട്ട് നോക്കുന്നു. അപ്പോൾ ഇത് അവരെ കാണിക്കാൻ വേണ്ടി അവർണിക കാണിച്ച. പെട്ടെന്ന് അവർണികയോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അജാസ് ചെന്നപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അജാസ് പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർണിക ഇങ്ങനെ അവിടെ നിന്ന് എന്തോ ഒരു ഇതൊക്കെ ഇങ്ങനെ കാണിക്കുക കേട്ടോ. എന്നിട്ട് അവർണിക ഇങ്ങനെ വീഴാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അജാസ് ഇങ്ങനെ താങ്ങി പിടിക്കുന്നു. അപ്പം ഞാൻ കൊണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ചെറിയൊരു തലച്ചുറ്റില്ല, അതിപ്പോൾ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കിഷോറിനെ പൂട്ടാനായിട്ട് അവർണയെ ഇങ്ങനെ കാണിക്കുമ്പം ഈയിടെയായി മിക്ക ദിവസവും അവർണയ്ക്ക് ഇവനെ കൊണ്ടുവിടുന്നതെന്നും നിന്നെ ഈ വീട്ടിൽ കയറി തല്ലിയവനോട് ഇവൾക്ക് പഠിപ്പമൊന്നും ഇതത്ര ശരിയല്ലടാന്നും അമ്മ കിച്ചുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അവർണികയെ അജാസ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യപ്പോൾ കാരണം അവർണിക വീഴാൻ തുടങ്ങുന്നു. അപ്പോൾ അജാസ് താങ്ങുന്നതാണ് കേട്ടോ. അത് അവർ വേറെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. അവർണിക അത് കാണിക്കാനും ശ്രമിക്കുന്നു. എന്തായാലും നമ്മുടെ അജാസ് അവർണികയ്ക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർണികയുടെ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറി. അപ്പോൾ ഞാൻ കൊണ്ട് അകത്താക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട അജാസ്, എൻ്റെ തലച്ചുറ്റിൽ മാറിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അജാസ് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ ഇവരെ കണ്ടു. ആ സമയത്ത് അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് നാളെ കാണാം, പോയി റെസ്റ്റ് എടുക്കുക കേട്ടോ, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അജാസ് അങ്ങ് അറിഞ്ഞങ്ങോട്ട് അഭിനയിക്കാനും തുടങ്ങി. അപ്പോൾ ടാറ്റയൊക്കെ കൊടുത്തിട്ട് അജാസും അങ്ങ് പോയി. ഇവർക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടി അജാസും. അപ്പോൾ രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചു. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. അവർണിക അകത്തേക്ക് കയറി പോണു. അവർണിക അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മായിയമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക. പെട്ടെന്ന് കിഷോർ തുള്ളിച്ചാടി താഴേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പം നീ എന്തിനുള്ള ഭാവമാടിന്ന് ചോദിച്ചു. അപ്പം നീ ഇത് എവിടെ നിന്നുള്ള വരവാടിയെന്ന് ചോദിച്ചപ്പോൾ ഏതായാലും ഹോട്ടൽ റൂമിൽ നിന്നല്ല എന്ന് നമ്മുടെ അവർണിക കിഷോറിനോട് പറയുക. എനിക്ക് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അജാസിനെ ഞാൻ കൂടെ കൂട്ടിയതാ. നിന്റെ ഭർത്താവേ അവനല്ല ഞാനാണെന്ന് പറയുമ്പം അപ്പം അതൊക്കെ നിനക്ക് അറിയാം അല്ലേ? പക്ഷെ നാണം ഉണ്ടെങ്കിൽ നീ അതെൻ്റെ മുന്നിൽ നിന്ന് പറയോടാന്ന് ചോദിച്ചു. ഇതിനോടകം ഒരു തവണയെങ്കിലും എൻ്റെ കൂടെ നീ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോ, വരാൻ കൂട്ടാക്കിയിട്ടുണ്ടോ? ഭർത്താവ് എവിടെ നിന്ന് ഡോക്ടർ പലതവണ ചോദിച്ചപ്പോൾ സഹി കെട്ടിട്ട് ഞാൻ അജാസിനെ കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ അപ്പം നീ എനിക്ക് പകരം അവനെ അങ്ങ് പ്രതിഷ്ഠിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഗതികേട് കൊണ്ടാണെന്ന് പറഞ്ഞു. അവൻ്റെ കൂടെ അഴിഞ്ഞഴിഞ്ഞിറക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ആ കിഷോറിനോട് എൻ്റെ ഇഷ്ടത്തിന് നിൽക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടിയും ബാങ്ക് അക്കൗണ്ടും എൻ്റെ പേരിലേക്ക് മാത്രമാക്കിയിട്ട് നിനക്ക് പോകാം എന്ന് അവർണിക പറയുമ്പോൾ നീ അത് സ്വപ്നം കണ്ടാൽ മതിയെന്ന് പറഞ്ഞു കിഷോർ. അതിലെല്ലാം നീ എൻ്റെ പേരിൽ ആക്കിയിട്ട് നീ അവൻ്റെ കൂടെ പൊക്കോളം പറഞ്ഞു. അതിന് ആ സ്വത്തുക്കൾ നിൻ്റെ അച്ഛൻ്റെ വകയല്ലടാ എന്ന് നമ്മുടെ അവർണിക അന്നേരം കിഷോറിനോട് പറഞ്ഞു. എൻ്റെ ഡാഡി കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ, അത് എനിക്ക് തന്നെ വേണമെന്നും അവർണിക തറപ്പിച്ചു പറഞ്ഞു. ഇവനങ്ങ് ചമ്മിപ്പോയി. അതിൻ്റെ പങ്ക് പറ്റി ജീവിക്കാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ ഇതേപോലെ പല അപമാനങ്ങൾ നീ ഏൽക്കേണ്ടി വരും. നീ അജാസും തമ്മിലുള്ള റിലേഷൻ ഞാൻ നിൻ്റെ ഡാഡിയോട് പറയും. നീ ചെന്ന് പറഞ്ഞു കൊടുക്ക്, എന്നിട്ട് വേണം നിന്റെ വീരകൃത്യങ്ങൾ എനിക്കും ഡാഡിയോട് പറയാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക പറഞ്ഞു. അവനവിടെയും പെട്ടെ. നീ കാട്ടിക്കൂട്ടി വില്ലത്തരങ്ങൾ മുഴുവൻ കേൾക്കാനൊന്നും ഡാഡി നിൽക്കില്ല. അതിനു മുൻപ് തന്നെ ഡാഡി നിന്റെ ജീവൻ എടുത്തിരിക്കും എന്ന കാര്യവും അവർണിക ഇവനോട് പറഞ്ഞു. ഇവൻ അത് കേട്ട് പേടിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ജീവനോട് ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിന്നോളണം, എന്നെക്കൊണ്ട് കടുകയൊന്നും ചെയ്യിക്കരുത്. പിന്നെ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതും നിന്റെ കടമ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അവർണിക്ക് ഇങ്ങനെ ഇവനെ ശരിക്കും എടുത്തിട്ട് കോട്ടഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയി. അവനങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഓടി മോൻ്റെ അടുത്തേക്ക് വരിക. എന്താടാ അവൾ പറഞ്ഞതെന്ന് ചോദിച്ച്. നീ അവളോട് സംസാരിച്ചോടാ? അവനുമായിട്ടൊരു ബന്ധവും പാടില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞോടാന്ന് ചോദിച്ചപ്പം അപ്പം എന്ത് ബന്ധമാണെന്ന് കിഷോർ ചോദിക്കുക. അല്ല, അവർ തമ്മിൽ സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് കിഷോർ. പിന്നെ ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന മകൻ്റെ മുന്നിൽ ഇവനിത് എന്താ പറ്റിയെന്ന് ഓർത്തിരിക്കുന്ന അമ്മ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ? എല്ലാവർക്കും നന്ദി.